ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പെരുമ്പാവൂരാണ്. നമ്മൾ പുതിയൊരു താർ എടുത്തിട്ടുണ്ട്. സോ അതിന് നമ്മൾ സസ്പെൻഷൻ ബഫർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇതേ നമ്മുടെ ലൊക്കേഷൻ എത്താനായി. അപ്പോൾ ഒരു എന്താ പറയുക, ആ ഒരു പ്രൊഡക്റ്റും കൂടി നിങ്ങളെ പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ഓക്കെ, പിന്നെ ലൊക്കേഷൻ വന്നിട്ട് പെരുമ്പാവൂന്ന് ഏകദേശം ഒരു 200 മീറ്റർ വരും. പെരുമ്പാവൂർ ടൗണിൽ നിന്ന് MC റോഡിൽ ഒരു 200 മീറ്റർ വന്നു കഴിഞ്ഞാൽ ഇവിടെ തന്നെ ഒരു മൂലൻസ് ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ആ ഹൈപ്പർ മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടെയുള്ളൊരു വഴി കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പ് തന്നെയാണ്. ഇവിടെ ലൊക്കേഷനിൽ നിയർ ബൈ പറയുകയാണെന്നുണ്ടെങ്കിൽ മൂലൻസും ഉണ്ട്, അതുപോലെ നേരെ ഓപ്പോസിറ്റ് ഒരു പള്ളിയും ഉണ്ട് കേട്ടോ. ഓക്കെ, നമ്മളിങ്ങനെ കയറി കഴിഞ്ഞാൽ ഞാൻ വഴി കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ മൂലൻസ് ഹൈപ്പർ മാർക്കറ്റ്. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ, അതായത് ഇങ്ങോട്ട് വ്യൂ ആണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിലുള്ള വഴി കയറി കഴിഞ്ഞാൽ റൈറ്റിൽ കാണുന്ന ഷോപ്പാണ് ഇന്ത്യൻ റോയൽ ഡ്രൈവ് കാർ സസ്പെൻഷൻ സ്പ്രിംഗ് ബഫർ എന്ന് പറഞ്ഞിട്ട്. ഷോപ്പിൻ്റെ ശരിക്കുള്ള പേര് പറഞ്ഞത് പോപ്പുലർ റൈഡ്ലിങ്സ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രൊഡക്റ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വന്നതാണ് നമ്മൾ. അപ്പോൾ ഗായ്സ്, ഇതാണ് നമ്മുടെ പുതിയ താറ്. ആക്ച്വലി ഇതിൻ്റെ അല്ല, നമ്മുടെ ഗോകുലെടുത്താണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഇതിനാണ് നമ്മൾ സസ്പെൻഷൻ ബഫർ ഫിക്സ് ചെയ്യാൻ വേണ്ടി വന്നേക്കണത്. പെരുമ്പാവൂരിൽ നിന്ന് നമ്മുടെ പെരുമ്പാവൂർ ടൗൺ അവിടെ വരിക, അവിടുന്ന് MC റോഡിൽ റൈറ്റിലോട്ടുള്ള വഴി, നമ്മുടെ മൂലൻസ് ഹൈപ്പർ മാർട്ടിൻ്റെ തൊട്ട് സൈഡിലുള്ള വഴി, തൊട്ട് ഓപ്പോസിറ്റ് തന്നെ അതായത് നേരെ ഓപ്പോസിറ്റ് തന്നെ നമുക്കൊരു പള്ളിയും വരുന്നുണ്ട്. അവിടെയാണ് ലൊക്കേഷൻ വരുന്നത്. അവിടെ നിന്ന് കയറി കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ കാണുന്ന ഷോപ്പ് തന്നെയാണ്. സോ നമുക്ക് എന്താ പറയുക, സസ്പെൻഷൻ്റെ ആ ഒരു ഡിഫറൻറ്റ് നമുക്ക് അറിയാൻ പറ്റും ഈ സംഭവം ബഫർ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ. അത് നമുക്ക് നോക്കാം. പിന്നെ ഈ ഒരു ഹൈറ്റ് ഡിഫറൻസ് ടോട്ടലി ചേഞ്ച് ആവുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. നമുക്ക് ജസ്റ്റ് ഒന്ന് ഷോപ്പ് വിസിറ്റ് ചെയ്യാം. ഇതാണ് ഷോപ്പ് വരുന്നത് കേട്ടോ. ഓക്കെ, പോപ്പുലർ റൈഡ്ലിങ്സ് എന്ന് പറഞ്ഞിട്ട് ഇന്ത്യൻ റോയൽ ഡ്രൈവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് വരുന്നത്. നമുക്ക് അവരോട് തന്നെ കറക്റ്റ് ഡീറ്റെയിൽസ് ചോദിച്ചു നോക്കാം. നമസ്കാരം, എന്ത് വിശേഷം? സുഖല്ലേ? ബഫർ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്, താറായിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസും നമുക്കറിയണം. എങ്ങനെയാണ്, എന്താണ് കാര്യം എന്ന് നമുക്കറിയണം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് നമ്മളിത് ട്രൈ ചെയ്യുന്നത്. സോ അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് വേണം ബാക്കി അറിയാൻ വേണ്ടിയിട്ട്. എങ്ങനെയാണ് നമ്മുടെ പ്രൊഡക്റ്റ് വരുന്നത്? താറാണ്. ആ, യെസ്. എല്ലാ വാഹനങ്ങൾക്കും ഈ പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഓക്കെ, അതായത് കാറുകൾ 800 മുതൽ BMW വരെ ഏത് കാറുകൾക്കും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് ഇട്ട് കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല കംഫർട്ടായിരിക്കും. ഓക്കെ, വണ്ടിക്ക് അത് അല്പം സ്റ്റെബിലിറ്റി കൂടുതൽ കിട്ടും. ഓക്കെ, യാത്രാസുഖം നന്നായിട്ട് യാത്രാസുഖം ഉണ്ടാവും. ഓക്കെ, പിന്നെ അല്പം ഹൈറ്റ് കൂടുതൽ കിട്ടും. ഓക്കെ, ലോങ് യാത്രയ്ക്കൊക്കെ നല്ല യാത്രാസുഖമായിരിക്കും. ഇത് എങ്ങനത്തെ വണ്ടികൾക്ക് ഇടുന്നതാണ് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ? എനി കാർസ്, അതെ, 4x4 വെഹിക്കിൾ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സ്പ്രിംഗ് സൈസ് കാറുകളുടെ സസ്പെൻഷൻ സ്പ്രിംഗ് ഉള്ള വണ്ടികൾക്ക് അതെ അല്ലേ? അതിന് 7 സൈസ് അളവുകളുണ്ട്. ഓക്കെ, ഈ 7 സൈസ് അളവ് മാക്സ് ആവുന്നതാണ് നമുക്ക് ഇടാൻ പറ്റും. അതെ അല്ലേ? ഫ്രണ്ടിലും ബാക്കിലും ഡിഫറെന്റ് അളവുകളായിരിക്കും. ഓക്കെ, അത് നോക്കിയിട്ട് നമ്മളത് ഫിറ്റ് ചെയ്യും. അപ്പൊ നമുക്കൊന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. എന്നിട്ട് നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം, എങ്ങനെയാണ്, എന്താണ് സംഭവം. പിന്നെ അതിന്റെ ഗുണങ്ങളിലും നല്ല ഒരു മാസം യൂസ് ചെയ്തിട്ട് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ പണം മുടക്കി തന്ന സാധനം റിട്ടേൺ. ഓക്കെ, അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്കും അവർ തരും. അതായത് 1 മന്ത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഓക്കെ അല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് റിട്ടേൺ കൊടുത്തിട്ട് നമുക്ക് ക്യാഷ് ബാക്കും കിട്ടൂല. അപ്പോൾ നമുക്ക് ഫിക്സ് ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കാം. ഓക്കെ, ഇത് സാറിൻ്റെ തന്നെ ഓൺ പ്രോഡക്റ്റ് ആണോ? ഓക്കെ, അതെ അല്ലേ? ഓക്കെ, നമസ്കാരം. ഓക്കെ, എത്രയായി ഇപ്പോൾ തുടങ്ങിയിട്ട്? ഇതൊരു 3 വർഷം മുമ്പ് ഈ പ്രോഡക്റ്റ് ഞാൻ മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട്. ഈ പ്രോഡക്റ്റ് മാനുഫാക്ചർ ആയിട്ട് ഞാൻ ആദ്യമായിട്ട് എന്റെ വണ്ടിയിൽ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തത്. അതെ, എന്റെ വണ്ടിയിൽ എന്റെ ഒരു എസ്ക്രോസ് വണ്ടിയാണ്. ഓക്കെ, അതിനകത്ത് ഞാൻ ഇട്ടു. അത് 3 വർഷമായിട്ട് ഒരു കംപ്ലൈന്റും ഇല്ല. വണ്ടിക്ക് നമുക്ക് ഡ്രൈവിംഗ് വളരെയധികം കംഫർട്ടാണ്. എനിക്ക് ഞാൻ ഒരു മാനുഫാക്ചർ ആയതുകൊണ്ട് എനിക്ക് ലോങ് ട്രിപ്പ് എനിക്ക് യാത്ര ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിട്ടതിന് ശേഷം എനിക്ക് വളരെയധികം ഗുണമുണ്ടായിട്ടുണ്ട്. എനിക്ക് ചെറുതായിട്ട് നടുവേദനയൊക്കെ ഉണ്ടായിരുന്ന ഒരു എഫക്ട് ഉണ്ടായിരുന്നു. അതിന് ഇത്തിരി കുറവുണ്ടെന്ന് തോന്നുന്നു. പിന്നെ അത് മാത്രമല്ല, വണ്ടിക്ക് ഇത്തിരി ചെറിയൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇവിടുത്തെ റോഡുകളൊക്കെ അറിയാലോ, പല റോഡുകളും ഭയങ്കര പ്രശ്നങ്ങളാണ്. ആദ്യം ഇവര് ഒന്ന് റിട്ടയർ ചെയ്യും, സർഫസ് ഇതെന്ന് പറഞ്ഞിട്ട് റിട്ടയർ ചെയ്യും. അത് കഴിഞ്ഞ് 1 മാസം 2 മാസം കഴിയുമ്പോൾ ഈ റോഡൊക്കെ പൊട്ടി കംപ്ലൈന്റ് ആവും.
പിന്നെ പഞ്ചർ ഒട്ടിക്കണ പോലെ പിന്നെ അവിടെ ഇവിടെ 10 മാസം നമ്മൾ ഈ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ തന്നെയാണ്. അതെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള റോഡിൽ ഇത് ഭയങ്കര സുഖമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതെ അല്ലേ. പിന്നെ ഹമ്പുകളൊക്കെ കയറി ഇറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടൊക്കെ കുറയും. അതൊക്കെ കംപ്ലീറ്റ് തന്നെ ഇല്ലാതായിട്ടുണ്ട്. ഓക്കെ. പിന്നെ ഈ പറയുന്ന ഒരു ലാഗിങ് അതും ശരിക്കും മാറി കിട്ടിയിട്ടുണ്ട്. ഓക്കെ. ഇതിപ്പോ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിലേക്ക് വരാനുള്ള മാനുഫാക്ചർ ചെയ്യാനുള്ള ഒരു കാരണം എന്താ? ഇത് കാരണം നമ്മുടെ റോഡുകൾ നമ്മുടെ സുഖത്തിന് വേണ്ടി നമ്മളെല്ലാവരും ഒരു കൂടുതൽ കംഫർട്ടായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ കൂടുതൽ കംഫർട്ടായിട്ട് ഡ്രൈവ് ചെയ്യണം എന്നൊക്കെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് ഇതിന്റെ ഒരു കാരണം. അതെ അല്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് പ്രോഡക്റ്റ് ഫിക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് അതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് പറയാം. നമുക്കപ്പോ ഫിക്സിങ് നോക്കാം. നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് കാണിച്ചു തരും ജസ്റ്റ്. നമുക്ക് പ്രൊഡക്റ്റ് ഒന്ന് ജസ്റ്റ് കാണാം ഫസ്റ്റ്. ഇതില് എത്ര സൈസ് വരുന്നുണ്ട്? 7 സൈസ് അവൈലബിൾ ആണ്. ഓക്കെ. ഡിഫറെന്റ് അളവായിരിക്കും. ഇല്ല. ഓക്കെ. ഇത് എന്താ സംഭവം? റബ്ബറാണോ അത്? ഇത് ഇമ്പോർട്ടഡ് റബ്ബറാണ്. ഓക്കെ. ഇത് തൈവാനിൽ നിന്നുള്ള റബ്ബർ ഇമ്പോർട്ടഡ് ആണ്. നമ്മൾ ഇവിടെ ചെയ്യുന്നതാണ്. ഓക്കെ. നോർമൽ റബ്ബർ അല്ല. നോർമൽ റബ്ബർ വരുന്ന പോലെ അല്ല. നോർമൽ നമ്മൾ ഈ റബ്ബർ മരത്തെ അല്ലെങ്കിൽ റബ്ബർ ട്രീന്നുള്ള റബ്ബർ അല്ല. ഓക്കെ. ആ റബ്ബർ വെച്ച് ഇത് ചെയ്യാനും പറ്റില്ല. ഓക്കെ. ഇത് നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള റബ്ബറാണ്. ഇതിന്റെ ഫ്ലെക്സിബിലിറ്റി തന്നെ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ഫ്രെയിം വളരെ ഫ്ലെക്സിബിൾ ആണ്. ഓക്കെ. റബ്ബർ മാത്രമാണ് ഇമ്പോർട്ടഡ്, മാനുഫാക്ചറിങ് ഇവിടെ തന്നെ ഞാനാണ് ചെയ്തത്. അതെ. ഇത്രയും ഫ്ലെക്സിബിൾ ആയതുകൊണ്ടാണ് ഈ റോഡിൽ ഉണ്ടാവുന്ന കുലുക്കവും ജർക്കിങ് ഒക്കെ ഇത് ഈ റബ്ബർ അബ്സോർബ് ചെയ്യാണ്. ശരിയാണ്. കുറയ്ക്കാനുള്ള കാരണം. അതെ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കംഫർട്ടായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. അപ്പൊ നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഐറ്റം, ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്. ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് പറയാം. ഓക്കെ. എങ്ങനെ? ഇന്ത്യൻ റോയൽ ഡ്രൈവ് ആണ് ആക്ച്വലി പ്രോഡക്റ്റിന്റെ നെയിം വരുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫിക്സ് ചെയ്ത് നോക്കാം, എന്നിട്ട് നമുക്ക് ഇതിൻ്റെ പെർഫോമൻസ് നോക്കിയിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പറയാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ റോയൽ ഡ്രൈവ് കാർ സസ്പെൻഷൻ ബഫർ നമ്മൾ ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് നമ്മുടെ താറിൽ. ഓക്കെ. ഇതാണ് ഐറ്റം വരുന്നത്. ഞാൻ ഐറ്റം ഓൾറെഡി കാണിച്ചു. ഇനി നമുക്ക് നമ്മുടെ വണ്ടിയിൽ കയറ്റിയിട്ട് നമുക്ക് നോക്കി നോക്കാം. ഫിക്സിങ് വരെ തന്നെ ഫിക്സിങ് നേരെ അപ്പുറത്തുള്ളത്, നമുക്ക് അവിടെ പോയി ഫിക്സ് ചെയ്യാം. ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ചെറിയൊരു ഷോപ്പ് ഇട്ടിട്ട് ഇരിക്കുകയാണ്. ഇതിൻ്റെ ഫിക്സിങ്ങും കാര്യങ്ങളൊക്കെ നേരെ അപ്പുറത്താണ്, നമുക്ക് അവിടെ പോയിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നമ്മൾ പ്രൊഡക്റ്റ് എടുത്ത് ഇറങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പള്ളി ഇതാണ് കേട്ടോ. ഓക്കെ. ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് തന്നെ മൂലൻസ് എന്താ പറയുക ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ഇതിൻ്റെ തൊട്ട് സൈഡിലുള്ള വഴി ഇവിടെ ഇറങ്ങിയിട്ടാണ്. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം, ഇട്ട് നോക്കാം. അതായത് താറിൻ്റെ ഈ ഒരു ഒലച്ചലും ഈ ഒരു ചാട്ടൊക്കെ കുറയാൻ നമുക്ക് നോക്കിയേക്കാം. അത് താറിൻ്റെ കംഫർട്ട് കുറവല്ലാതെ ആക്ച്വലി റോഡിൻ്റെ പ്രശ്നമാണ്. അത് കുറയ്ക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കി നോക്കാം. അത് ഞാൻ ഇട്ടതിന് ശേഷം ഞാൻ പറയാം എങ്ങനെയുണ്ട് പ്രൊഡക്റ്റ് എന്ന് ഞാൻ ഇട്ടതിന് ശേഷം പറയാം. ഇവിടെ തന്നെ ഫിക്സിങ് ഇവിടെ തന്നെ ഉണ്ട്, തൊട്ടടുത്ത് തന്നെ. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ അവരെന്നെ സംഭവം ഫിക്സ് ചെയ്ത് തരും. അപ്പോൾ അതേ നമ്മൾ വണ്ടി കയറ്റിയിട്ടുണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. വണ്ടി ഇനി ലിഫ്റ്റ് ചെയ്യും. ഈ ലിഫ്റ്റ് പോരാതെ വണ്ടി ഒന്നുകൂടി ലിഫ്റ്റ് ചെയ്യും. എന്നിട്ട് ലിഫ്റ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ വീൽ അയച്ചിട്ടാവും ഫിക്സ് ചെയ്യുക, അല്ലെങ്കിൽ വീൽ അയക്കാതെ ആവും. നമുക്ക് നോക്കി നോക്കാം. മിക്കവാറും വീൽ അയച്ചിട്ടാവും, കാരണം സസ്പെൻഷൻ വരിക, സ്പ്രിങ് വരിക ഇതിൻ്റെ ഉള്ളിലാണല്ലോ. സോ വീൽ അയക്കാൻ സാധ്യത ഉണ്ട്. നമുക്ക് എന്തായാലും നോക്കി നോക്കാം. അത് വീൽ അയക്കുന്നുണ്ട്. വീൽ അയച്ചിട്ടാണ് നമ്മളത് കയറ്റുക. വീൽ അയച്ചതിന് ശേഷം സസ്പെൻഷൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് വീൽ അയച്ചു. ഇതാണ് നമ്മുടെ താറിൻ്റെ സസ്പെൻഷന് സ്പ്രിങ്ങും വരുന്നത്. ഈ സ്പ്രിങ്ങിൻ്റെ സെൻറ്ററിലാണ് നമ്മുടെ ബഫർ കയറ്റിയിരുന്നത് കേട്ടോ. ഓക്കെ. പലതിനും പല സൈസ് വരും, പല വണ്ടികൾക്കും പല സൈസാണ് വരിക. അളക്കുന്ന ഒരു തരം സ്കെയിലാണ് ഈ കാണുന്നത് കേട്ടോ. അതായത് നമ്മുടെ സസ്പെൻഷൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട്. സോ ആ അളവനുസരിച്ചിട്ടാണ് നമ്മളതിൽ ബഫർ ഫിക്സ് ചെയ്യുക. ഇതിൽ സൈസ് വരുന്നത് 5 ആയിരിക്കും അല്ലേ? 5 സൈസ് വരുന്നത്. ഏകദേശം 7 വരെ സൈസ് വരുന്നുണ്ട് ബഫർ. സോ 5 ഇതിൽ വരുന്നത്. ഓൾമോസ്റ്റ് ഫിക്സിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിങ്ങനെ നിർത്തിയേക്കണം. എന്താ സംഭവിച്ചാൽ ഇത് ഇവിടെ നിന്ന് കട്ട് ചെയ്യണം. ഏകദേശം ഒരു 1 ഇഞ്ച് ഗ്യാപ്പ് വിടണം. ഓവർലാപ്പ് ആയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ആ ഒരു ഫീല് കിട്ടില്ല. ആക്ച്വലി ഒരു നൈഫ് എടുത്ത് തുറന്നിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ കട്ട് ചെയ്യും. ഓവർലാപ്പായിട്ട് നിൽക്കാൻ പാടില്ല. അപ്പോൾ ഇത്രേ ഉള്ളൂ. നമ്മുടെ ബഫറിൻ്റെ ഫിക്സിങ് ഈസി ടു ഫിക്സ് ആണ്. അധികം പണിയൊന്നുമില്ല, എല്ലാവർക്കും ഫിക്സ് ചെയ്യാൻ പറ്റാവുന്നൊരു സംഭവമാണ് കേട്ടോ. ഓക്കെ. പക്ഷേ ഇത് കയറ്റുമ്പോൾ നമുക്ക് ചെറിയൊരു ലിക്വിഡോടെ എന്തെങ്കിലും ഒഴിച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും.
ഓക്കെ. പിന്നെ ഈ ഒരു കട്ടിങ് നമ്മൾ ഫിക്സ് ചെയ്യാനായിട്ട് മുന്നേ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ കയറ്റിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനിയിപ്പോൾ നമുക്ക് അടുത്തേക്ക് കയറ്റുമ്പോൾ കുറച്ച് ഒരു ഇഞ്ച് ഗ്യാപ്പ് ഇട്ടിട്ട് അത് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് ഫിക്സ് ചെയ്യാം. അപ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മളിത് അടുത്ത പീസ് കട്ട് ചെയ്യുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചാൽ പല വണ്ടിയിലും പല സൈസാണ് വരിക. അപ്പോൾ അതുകൊണ്ട് അവിടെ കയറ്റിയിട്ടിട്ട് നമ്മൾ സൈസ് നോക്കിയിട്ടാണ്, ചിലതിൽ കറക്റ്റ് ആയിരിക്കും, ചിലതിൽ കട്ട് ചെയ്യേണ്ട ആവശ്യം വരും. അപ്പോൾ അങ്ങനെ കയറ്റിയിട്ടിട്ടാണ് പിന്നെ കട്ടിങ് വന്നത്. പിന്നെയുള്ള പീസ് നമുക്ക് കട്ട് ചെയ്തിട്ട് കയറ്റാം. അപ്പോൾ ഫിക്സ് ചെയ്യുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് ഇങ്ങനത്തെ ഒരു സോപ്പ് വെള്ളം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കയറും. അപ്പോൾ കുറച്ചും കൂടി ഫിക്സ് ചെയ്യാൻ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിരിക്കും. വേണ്ട, ഇനി നമുക്ക് ഫ്രണ്ടും കൂടി കയറ്റിയിട്ട് നമുക്ക് ബാക്കിൽ സൈസ് വ്യത്യാസം വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പല വണ്ടിയും പല സൈസ് വരും. ഫ്രണ്ട് ഒരു സൈസ് വരും, ബാക്ക് വേറെ സൈസ് വരും. അപ്പോൾ ആ സ്കെയിൽ നേരത്തെ കാണിച്ചില്ല, ആ സ്കെയിൽ വെച്ചിട്ട് അളവ് നോക്കിയിട്ട് നമുക്ക് ബാക്ക് ഫിക്സ് ചെയ്യാം. അതേ ഫ്രണ്ട് കഴിഞ്ഞ് നമ്മളിത് ബാക്ക് ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിതിൽ വീലഴിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്ക് സ്പ്രിങ് ഇതിൻ്റെ അടിയിലായതുകൊണ്ട് വീലഴിക്കാതെ തന്നെ നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. നമ്മുടെ ബായിതെ ഫിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെ ഉള്ളിലേ വരുന്നുണ്ടാവും. ബാക്ക് ഫിക്സ് ചെയ്യാൻ എനിക്ക് തോന്നുന്നത് കുറച്ച് പണി ഉണ്ടാവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീലഴിക്കാതെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഫിക്സ് ചെയ്യാന്ന് പറയുമ്പോൾ എളുപ്പമുള്ള പണിയില്ല. അപ്പോൾ നമ്മളെ ബാക്കിലെ ഫിക്സിങ് ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഐറ്റം. ഓക്കെ, ഓൾമോസ്റ്റ് ഫിക്സിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് ഡ്രൈവ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ ആക്ച്വലി ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ താറ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ പഴയ താറ് കണ്ടിട്ടുണ്ട് നിങ്ങൾ. സോ അതിൻ്റെ കംഫർട്ട് ഡിഫറൻറ്റ് വന്നു കഴിഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഞാനിതൊന്ന് പുറത്തിറക്കിയിട്ട് ഞാൻ ഡ്രൈവ് ചെയ്ത് നോക്കട്ടെ, എങ്ങനെയുണ്ട് നോക്കിയോട്ടെ. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റെ ഒരു അനുഭവം ഞങ്ങളോട് പറയാം. നമ്മളത് നമ്മുടെ ബഫർ ഇട്ടിട്ട് ഇറങ്ങി, നമ്മൾ സസ്പെൻഷൻ ബഫർ. സംഭവം ചെറിയൊരു മാറ്റം ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇത് പുതിയൊരു വണ്ടിയല്ല. പുതിയൊരു വണ്ടി, കാരണം നമ്മൾ ഇപ്പം ഈ ഒരു എന്താ പറയുക, ഈ ഒരു കട്ടർ ചാടി വെക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ആ ഒരു കട്ടർ ചാടുമ്പോൾ ഉള്ള ഒരു ഫീൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു ഇളക്കം വരും. ആ ഒരു ഇളക്കം കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചില്ല. ഇവിടെ കട്ടർ കുറവാണ്. ഇവിടെ പെരുമ്പാവൂർ ഭാഗത്ത് ഇത്ര നല്ല ആൾക്കാരാണ് ഇവിടെ ഭരിക്കുന്നത് നമ്മൾ കേട്ടോ. കാരണം നല്ല റോഡുകളെ കാണുള്ളൂ, കട്ടർ റോഡൊന്നും കാണില്ല. ചെറിയൊരു ഡിഫറൻറ്റ് ഉണ്ട് ആക്ച്വലി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഴിയൊക്കെ വന്നു കഴിഞ്ഞാൽ ആ ഒരു ഒലച്ചൽ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കട്ടർ ഒന്നുകൂടി ഞാൻ ചാടിച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. ചെറിയൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. നോർമലി താറിൻ്റെ ഒരു സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ കട്ടർ ചാടിയാൽ കട്ടർ ആ ഒരു ഇളക്കം ഇപ്പം കട്ടർ ചാടുമ്പോൾ സ്റ്റോക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ആട്ടം കൂടിയായിരുന്നു. ആ ഒരു ആട്ടം കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് പുതിയ വണ്ടി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, നമുക്ക് ചെറിയൊരു മാറ്റമാണ് തോന്നുന്നുള്ളൂ. കുറച്ചും കൂടി ഓടിയിട്ട് സസ്പെൻഷൻ ഓടിയ ഒരു വണ്ടി ആയിരുന്നെങ്കിൽ മേ ബി കുറച്ചും കൂടി നമുക്ക് എന്താ പറയുക ഇത് കംഫർട്ട് കിട്ടിയിരുന്നു. ആ ഒരു ഒളിച്ചിൽ കുറഞ്ഞിട്ടുണ്ട്. സംഭവം സ്മൂത്താണ്. ഞാൻ യൂസ് ചെയ്തിട്ടാണ് പറയുന്നത്, വെറുതെ പറയുന്നതല്ല കേട്ടോ. കാരണം ആ ഒരു ഒളിച്ചിൽ നല്ല വ്യത്യാസം കേട്ടോ. ആ ഒരു കുഴിയൊക്കെ ചാടുമ്പോൾ നമ്മൾ നോർമലി കുഴി ചാടുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഒളിച്ചിൽ കൂടും. ചെറിയൊരു ഡിഫറൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട്. സംഭവം എന്തായാലും കൊള്ളാം, സൂപ്പറാണ്. പിന്നെ ഈ സസ്പെൻഷൻ എനിക്ക് തോന്നുന്നു ഈ സാധനം ഇട്ട് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ കംപ്ലയിൻസ് കുറയുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം കുറേയൊക്കെ ഓടി കഴിഞ്ഞാൽ സസ്പെൻഷൻ ഇങ്ങനെ താവും, ഇരിക്കണ ഒരു സിറ്റുവേഷൻ വരുമല്ലോ. ആ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഈ സംഭവം ഫിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സസ്പെൻഷൻ്റെ മുകൾക്കൊന്നും അധികം അടി വരാതിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ സസ്പെൻഷൻ്റെ ലൈഫ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ചെറിയൊരു ഡിഫറൻറ്റ് നമുക്ക് തോന്നുന്നുണ്ട് കേട്ടോ, വെറുതെ പറയല്ല. അപ്പോൾ കുറച്ചും കൂടി ഒരു ഓടിയിട്ടുള്ള വണ്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡിഫറൻറ്റ് അറിയാൻ പറ്റുമായിരിക്കും. നമുക്ക് പുതിയ വണ്ടിയിട്ട് വന്നുകൊണ്ടായിരിക്കാം. ഇതാണ് സംഭവം. നമുക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇനി നമുക്ക് അവരെ തന്നെ ചോദിച്ചു നോക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. നമുക്ക് അവരെ തന്നെ ചോദിച്ചിട്ട് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ്, അവരെങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെയാണ് കാര്യങ്ങൾ, എത്ര വർഷത്തോളം നമുക്ക് ഗ്യാരണ്ടി കിട്ടും, പിന്നെ എങ്ങനെയാണ് ഗ്യാരണ്ടി, എല്ലാ ഡീറ്റെയിൽസും നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം. അവരോട് ചോദിച്ചു നോക്കിയിട്ട് ഫുൾ ഡീറ്റെയിൽഡ് വീഡിയോ ഇതിന് ശേഷം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളിത് ഇന്ത്യൻ റോയൽ ഡ്രൈവ് കാർ സസ്പെൻഷൻ സ്പ്രിംഗ് ബഫർ നമ്മൾ ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നിയ ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒലച്ചിൽ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. സംഭവം നമ്മൾ താറിൽ നോർമലി നമുക്ക് വരുന്നൊരു ഇഷ്യൂ എന്ന് പറയാനുള്ളത് ഒലച്ചലാണ്. നമുക്ക് കുഴിയൊക്കെ ചാടുമ്പോൾ ആ സസ്പെൻഷൻ്റെ ഒരു ഇതാണ്. പക്ഷേ അതിൽ നമുക്കൊരു മാറ്റം നമുക്ക് അതിൽ വന്നിട്ടുണ്ട്, ചെറിയൊരു മാറ്റം നമുക്ക് വന്നിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് അത് കുറച്ചും കൂടെ യൂസ് ചെയ്ത വണ്ടികൾ, അതായത് സസ്പെൻഷൻ കൂടിയ വണ്ടികളാവുമ്പോൾ കുറച്ചും കൂടി ഡിഫറൻസ് വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അത് മാത്രമല്ല നമ്മുടെ വണ്ടിയുടെ ഹൈറ്റ് ഡിഫറൻസ്
ചെറിയൊരു ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. അത് നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് മുന്നേ ഞാനത് അളക്കേണ്ടതായിരുന്നു, ഞാനത് മറന്നു. പിന്നീട് നമുക്ക് ഇട്ടതിന് ശേഷമാണ് നമുക്ക് മനസ്സിലായത് ഇത്രയും ഡിഫറൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് ഇതിൻ്റെ ഓണറോട് തന്നെ ചോദിച്ചു. നമസ്കാരം, സാറിൻ്റെ പേരെന്താ? എൻ്റെ പേര് ആൻ്റണി. എത്രത്തോളം ആയി ഇപ്പോൾ ഇത് തുടങ്ങിയിട്ട്? ഇത് ഒരു 3 വർഷത്തിന് മേലെ ആയിട്ടുണ്ട്. ഞാൻ അത് ഫസ്റ്റ് ട്രയൽ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ വണ്ടിയിൽ തന്നെയാണ് ഞാനിത് ഇട്ട് നോക്കിയതും ഓടിച്ചു നോക്കിയതും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ടാണ് അങ്ങനെ ഒരു 1.5 കൊല്ലത്തോളം ഞാൻ എൻ്റെ വണ്ടിയിൽ സ്വന്തമായിട്ട് ഇട്ട് തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ എനിക്ക് തന്നെ തോന്നി എന്തുകൊണ്ട് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടുകൂടെ, എനിക്ക് അതിനകത്ത് നിന്ന് ഒരു ചെറിയൊരു ബെനിഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ എനിക്കത് മെച്ചമല്ലേ. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഇതിനു വേണ്ടി ഒരു മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരാളെ അന്വേഷിച്ചു തുടങ്ങി. അങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ നമുക്ക് പറ്റിയ ഒരാളെ കിട്ടി. പെരുമ്പാവൂരുള്ള പോപ്പുലർ ഓട്ടോ ലിങ്ക്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ ഓണർ ജോളി എന്ന് പറഞ്ഞിട്ട്, മിസ്റ്റർ ജോളി. അപ്പോൾ പുള്ളിയായിട്ട് കോഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഇത് മാർക്കറ്റ് ചെയ്യുന്നതെല്ലാം. ഞാനിപ്പോൾ ഇത് ഇട്ടെടുത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളൊരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പുതിയ വണ്ടി ആയതുകൊണ്ടാണ് തോന്നുന്നു ആ ഒലച്ചിൽ കുറഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ വേറൊരു ഡിഫറൻറ്റ് ഒന്നും എനിക്ക് തോന്നിയില്ല, കുറച്ച് ഒലച്ചിൽ കുറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ യൂസ് ചെയ്ത വണ്ടിക്ക് ഇത് ഇപ്പോൾ ഇവർക്കായാലും ഇപ്പോൾ ഒലച്ചിൽ കുറയും. അത് നമുക്ക് സഡനായിട്ട് ഫീൽ ചെയ്യുന്ന ഒരു ഇതാണ് ഒലച്ചിൽ കുറയാന്നുള്ളത്. ഇത് ഒന്നാമത്തെ കാര്യം, ഇത് പുതിയ വണ്ടിയാണ്, ബ്രാൻഡ് ന്യൂ വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്പ്രിങ്ങും സസ്പെൻഷൻ എന്ന് പറയുന്നത് സ്പ്രിങ് ആണല്ലോ. സ്പ്രിങ് വളരെ പക്കയാണ്. ഇപ്പോൾ ഏറ്റവും നല്ല ടെൻഷനിലും നല്ല ഇതിലും നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഒരു ജെർക്കിങ്, അതായത് ജെർക്കിങ് കുറയുന്നതിന് അവർക്ക് അത്രയ്ക്കാണ് ഫീൽ ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത്. അതിന് ഒരു കാരണം ഇതാണ്. ഇത് പുതിയ വണ്ടിയാണ്, ബ്രാൻഡ് ന്യൂ വണ്ടി ആയതുകൊണ്ട്. അതെ. ഇത് കുറച്ച് നാൾ ഓടി കഴിയുമ്പോൾ ഈ സ്പ്രിങ്ങിൻ്റെ ആക്ഷൻ കൂടും. അതായത് അത് വളരെ സോഫ്റ്റ് ആവും, വളരെ ഫ്ലെക്സിബിൾ ആവും സ്പ്രിങ്. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ ഈ ഇന്ത്യൻ റോയൽ ഡ്രൈവ് ഇടുന്നത്. അപ്പോൾ നമുക്ക് കൂടുതൽ കംഫർട്ടബിൾ ആവും. അതുപോലെ തന്നെ ഒലച്ചിൽ കുറയും. റോഡിലുള്ള കുണ്ടും കുഴികളൊക്കെ ഈ റബ്ബർ അബ്സോർബ് ചെയ്യും. അങ്ങനെ ഉള്ള ജെർക്ക് കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ പൊതുവേ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഒരു സ്മൂത്ത്നെസ് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി യൂസ് ചെയ്തിട്ടുള്ള, അതായത് കാലപ്പഴക്കമുള്ള ഒരു വണ്ടിക്കായിരിക്കും ഇത് വരുന്നത് ബെറ്റർ എന്നാണ് സാർ പറയുന്നത്. കൂടുതൽ കാലപ്പഴക്കമുള്ള വണ്ടികൾക്ക് കൂടുതൽ ബെറ്റർ ആയിരിക്കും. അതെ, എല്ലാ വണ്ടിക്കും ഇടുന്നതും ബെറ്റർ, എല്ലാ വണ്ടികൾക്കും ഇടുന്നതും ബെറ്റർ തന്നെ. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ പുതിയ വണ്ടികളായാലും പുതിയ വണ്ടികൾക്ക് ഇത് ഇടണം. ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഇടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സസ്പെൻഷൻ അത്രയും നാള് ലോങ് ലൈഫിലേക്ക് മാറുകയാണ്. ഇതിപ്പോൾ ഇതിന്റെ ഒരു കോസ്റ്റ് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഒരു സസ്പെൻഷൻ മാറ്റേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലില്ല. സസ്പെൻഷന് നമുക്ക് ലൈഫ് കിട്ടും തോന്നുന്നു. അതെ, സസ്പെൻഷന്റെ ലൈഫ് കൂടുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോ സാറിന്റെ ബ്രാൻഡാണ്. നമുക്കിപ്പോ ഇവിടെ ഉള്ള ഔട്ട്ലെറ്റ് ആരുടെയാണ്? ഇതിപ്പോ പോപ്പുലർ ഓട്ടോ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഇതിന്റെ മാർക്കറ്റിംഗ് കംപ്ലീറ്റ് കൊടുത്തത്. അപ്പോൾ പുള്ളിയാണ് ഇത് മൊത്തം. നമുക്ക് ഓൾ കേരള ആയിട്ടില്ല. ഓൾ കേരള നമ്മൾ പല സ്ഥലങ്ങളിലും നമ്മൾ ഡീലറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചെറിയ ടൗണിലേക്ക് വരെ ഡീലറിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഓക്കെ, ഫൈൻ. അത് നമുക്ക് ഇവർ ഡീലറിനെ അന്വേഷിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റ് സെല് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഞാൻ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കാം. ഇപ്പോൾ എത്രത്തോളം ആയി ഇപ്പോൾ നമ്മൾ ഷോപ്പ് ഇട്ടിട്ട്? ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മുകളിലായി. ഓക്കെ, എത്രത്തോണ്ട് സെയിൽ ഉണ്ടായിട്ട്? നമുക്ക് ഒരു 100-150 വണ്ടികൾ ഞാൻ ഇവിടെ ചെയ്യും. ഹാപ്പി കസ്റ്റമറാണ്. അതെ, എല്ലാവരും ഫോൺ നമ്പർ എൻ്റെ കയ്യിലുണ്ട്. അതാത് വണ്ടികൾ ഇട്ടേക്കുന്നവരുടെ ഫോൺ നമ്പർ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. അവരോട് ചോദിക്കാം, സാക്ഷ്യം അവർ പറയും. അതെ അല്ലേ? അപ്പോൾ അത്രയും ഗ്യാരണ്ടിയാണ് നമ്മുടെ ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ എവിടെ വരുന്നത്? പെരുമ്പാവൂർ MC റോഡിൽ ഈ സൂപ്പർ മാർക്കറ്റ് മൂലൻസ് ഫാമിലി മാർട്ടിനോട് ചേർന്നാണ്. ഓക്കെ, മൂലൻസ് ഫാമിലി ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നിട്ടാണ് നമ്മുടെ ചേട്ടൻ്റെ ഷോപ്പ് വരുന്നത്. സോ ഞാൻ കോൺടാക്ട് നമ്പർ താഴെ കൊടുക്കുക, കോൺടാക്ട് ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീൽ ചെയ്യുക. നമുക്ക് ഇട്ടിട്ട് ഫീൽ ചെയ്യുക, അത്രേ പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനിതിപ്പോൾ ഇട്ട് നോക്കിയിട്ടുള്ളൂ. എനിക്കിപ്പോൾ തന്നെ ചെറിയൊരു ഡിഫറൻറ്റ് തോന്നിയത് ആ ഒരു ഒളിച്ചൽ കുറവാണ്. ഇനി കുറച്ചും കൂടി യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ എല്ലാ വീഡിയോസിലും ഇതിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നുണ്ട്, എത്രത്തോളം ഡിഫറൻറ്റ് വന്നിട്ടുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു 3 വർഷത്തോളമായിട്ട് ഞാൻ താറ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് അറിയാൻ പറ്റും ഇത് എത്രത്തോണ്ട് ഒലച്ചിൽ വരും, എത്രത്തോണ്ട് ചാട്ടം വരും എന്ന് എനിക്ക് അറിയാൻ പറ്റും. ഇതിപ്പോൾ ബ്രാൻഡ് ന്യൂ വണ്ടി ആയതുകൊണ്ടാണ് ചെറിയൊരു ഡിഫറൻറ്റ് വന്നതെന്നാണ് എനിക്കും തോന്നുന്നത്, സാറും പറയണത്. സംഭവം കറക്റ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ഇളകിയിട്ടില്ല. ചെറിയൊരു കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സോ ഓടിയിട്ടില്ല. അപ്പോൾ ഇതൊന്നും ഓടിക്കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും. അപ്പോൾ അതിന് ശേഷം ഇതിൻ്റെ ഫുൾ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ എനിക്ക് ആഡ് ചെയ്ത് പറയാനുള്ളത്, ഇതിന് നമ്മളിപ്പോൾ 5 കൊല്ലത്തേക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട്.
ഗ്യാരണ്ടി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും കംപ്ലൈൻറ്റുകൾ വന്നു കഴിഞ്ഞാൽ, അതായത് ഇതിന് വല്ല ബൾജിങ്, അതല്ലെങ്കിൽ ഇതിന് ഹാർഡ്നെസ് ചേഞ്ച് ചെയ്യുക, ക്രാക്ക് വീഴുക, മീൻസ് അറ്റ്മോസ്ഫിയറിക് കോണ്ടാക്റ്റിൽ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടുള്ള ക്രാക്ക് ഫോം ചെയ്യുക, ഇങ്ങനെയുള്ളതിനൊക്കെ നമ്മൾ ഫുൾ ഗ്യാരണ്ടിയാണ് നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 മന്ത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ റീപ്ലേസിങ് ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അതായത് ക്യാഷ് ബാക്കും അവർ തരുന്നുണ്ട്, റീപ്ലേസിങ്ങും ഉണ്ട്. സോ ആരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട, അത്രയും ഗ്യാരണ്ടി അവർ നൽകുന്നുണ്ട്. അതുപോലെ നമുക്ക് ഓൾ കേരളത്തിൽ നമുക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ട് ഇവർക്ക്. സോ കോൺടാക്ട് നമ്പർ, ഞാൻ ചേട്ടൻ്റെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കേരളത്തിൽ എങ്ങനെ ചെയ്യുന്നു, ഓരോ ജില്ലയിലാണോ അതെങ്ങനെ? അതല്ലേ, ഓരോ ജില്ലയിൽ. നല്ല പ്രോഡക്റ്റ് ആണ്, അപ്പോൾ എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. പിന്നെ കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഈ പ്രോഡക്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, ഒന്ന് മേടിച്ചിട്ട് ഒന്ന് യൂസ് ചെയ്ത് നോക്കുക. ഓക്കെ, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തതുകൊണ്ട് തന്നെ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് ആണ്. നമുക്ക് അടുത്ത വീഡിയോയിലാണ്.